കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകൻ, അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ, ഒരു നടി തന്നോട് അപമര്യാദയായി അദ്ദേഹം പെരുമാറി എന്ന വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തുന്നു. ഈ വിഷയത്തെ പരിഗണിക്കാതെ സർക്കാർ മൗനം പാലിക്കുന്നു. പിന്നീട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആ വിഷയത്തിൽ സർക്കാർ രഞ്ജിത്ത് എന്ന സംവിധായകനോടൊപ്പമാണ് എന്ന് തീർത്തും പറയുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി വേട്ടക്കാരനോടൊപ്പം സർക്കാർ നിൽക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു സജി ചെറിയാൻ. അതിന് പിന്നാലെയാണ് ഇടതുപക്ഷ കോട്ടകളിൽ വലിയ ഉൾപാർട്ടി പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുന്നത്. CPM നേതൃത്വം നൽകുന്ന ഇടത് ഘടകകക്ഷികളെല്ലാം മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. ഒരു നടി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ പൊതുമധ്യത്തിൽ വെച്ച് മാധ്യമങ്ങളിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ സർക്കാർ നിശബ്ദത പാലിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, കൂടാതെ വേട്ടക്കാരനെ പരിഗണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നതും ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംവിധായകൻ രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളിയെത്തുന്നു. എന്നാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ ഈ വിഷയത്തിൽ രഞ്ജിത്തിനോട് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. രഞ്ജിത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പാർട്ടി സർക്കാരായി നിലനിന്നിരുന്ന സമയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കേസിനെ വരെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതായത് ആ കാലഘട്ടത്തിൽ സർക്കാർ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന തരത്തിലേക്ക് പറയാതെ പറഞ്ഞു വെക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളെല്ലാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു സംവിധായകൻ രഞ്ജിത്ത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സജി ചെറിയാൻ ഇപ്പോഴും ചേർത്തു പിടിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്തിനെ. ഒപ്പം കൂട്ടുനിൽക്കുന്നതാകട്ടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്. രഞ്ജിത്തിൻ്റെ പേരിൽ CPMനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് ഉൾപാർട്ടി പ്രശ്നമാണ്. മുഖ്യമന്ത്രിയും ഘടകകക്ഷികളും ഒരു ഭാഗത്ത്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറുഭാഗത്ത്. ഇരുകൂട്ടരും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സംരക്ഷിക്കുന്നത്? MV ഗോവിന്ദൻ മാഷ് എന്തുകൊണ്ടാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എങ്ങനെ സംവിധായകൻ രഞ്ജിത്ത് ഈ സ്ഥാനത്തെത്തിയെന്ന് അറിയേണ്ടതായുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് ഈ സ്ഥാനത്തേക്ക് എത്തുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ മകന് തന്നോടൊപ്പം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകിയെന്നുള്ളതാണ് എന്നും ചിലർ പറയുന്നുണ്ട്. അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ മകൻ സംവിധായകൻ രഞ്ജിത്തിൻ്റെ സഹസംവിധായകനായി തൊഴിൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയൊരു അക്കാദമിയുടെ ചെയർമാനായി രഞ്ജിത്ത് എത്തുന്നത്. അവിടെയും ബാക്കി നിൽക്കുന്ന മറ്റൊരു ചോദ്യം, എത്ര വലിയ കലാകാരനാണെങ്കിലും ഒരു സ്ത്രീക്കെതിരെ അക്രമപരമായ രീതിയിലേക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയാളെ സംരക്ഷിക്കുവാൻ വേണ്ട നിലപാട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാമായിരുന്നു. എന്നിട്ടും പറയുന്നത് സർക്കാർ രഞ്ജിത്തിനോടൊപ്പമാണെന്ന്. വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി എന്തിനാണ് ഈ സാംസ്കാരിക കേരളത്തിൽ? ഇരയ്ക്ക് തുലോം തുച്ഛമായ വില പോലും നൽകാത്ത ഒരു സാംസ്കാരിക മന്ത്രി എന്തിനാണ് ഈ കേരളത്തിൽ? പക്ഷേ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് കുറച്ച് വ്യത്യസ്തം തന്നെയാണ്. അതായത് രഞ്ജിത്തിനെതിരെ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ആരോപണം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ജനാധിപത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് എത്തരത്തിൽ അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയാണ്. ഏതു രൂപത്തിൽ എങ്ങനെ അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജുഡീഷ്യൽ രീതിയിൽ വേണോ? പോലീസ് അന്വേഷണം വേണോ? അതല്ല കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരു പുനരന്വേഷണം നടത്തണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ സർക്കാർ ആവശ്യപ്പെടുന്നത്. പ്രസ്തുത വിഭാഗത്തിൻ്റെ മന്ത്രിക്ക് സംവിധായകൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുവാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ IFFKയിൽ ചിത്രങ്ങൾ കാണാതെയാണ് ചിത്രങ്ങൾ ഓരോന്നും തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഇതിനു മുമ്പും ഇതേ സംവിധായകനെതിരായി, ഇതേ ചലച്ചിത്രകലാ അക്കാദമിയുടെ ചെയർമാനെതിരായി ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സംരക്ഷിച്ചിരുന്ന ഈ രഞ്ജിത്തിനെ ഇപ്പോൾ മുഖ്യമന്ത്രി കൈവിടുകയാണ്. എന്നാൽ ഇപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരായുള്ള കുറ്റത്തിൽ എത്തരത്തിൽ കേസെടുക്കണം, ഏത് രീതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു കോടതിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10-ാം തീയതി കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ അന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്
ഏത് രീതിയിലാണ് ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ആവശ്യം അവർ കോടതിക്ക് മുൻപിൽ വയ്ക്കും. എന്തായാലും സമ്മർദ്ദം കടുക്കുകയാണ്. അന്വേഷണ വിധേയമായിട്ടെങ്കിലും സംവിധായകൻ രഞ്ജിത്തിന് പ്രസ്തുത സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായുണ്ട്. അങ്ങനെ മാറി നിന്നില്ല എങ്കിൽ കളങ്കപ്പെടുന്നത് കേരളത്തിലെ ചലച്ചിത്ര മേഖലയുടെ സുന്ദരമാർന്ന മുഖമാണ്.